സോ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കുറച്ച് അധികം ആൾക്കാർ ഈ ഒരു ഫ്യൂച്ചേഴ്സ് ബൂട്ട് ക്യാമ്പിൻ്റെ കമൻറ്റ് സെക്ഷനിലും പേഴ്സണലൊക്കെ ആയിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജ് ഉണ്ടായിരുന്നു. അതായത് എങ്ങനെയാണ് ഒരു ഫ്യൂച്ചേഴ്സ് പ്രൊഫോം ചലഞ്ച് അക്കൗണ്ട് പർച്ചേസ് ചെയ്യണത്, എങ്ങനെയാണ് അത് ആക്ടിവേറ്റ് ചെയ്യണത്, എങ്ങനെയാണ് അത് ട്രേഡിംഗ് വ്യൂ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ട്രേഡ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ CFD സ്പേസിൽ നിന്ന് ഫ്യൂച്ചേഴ്സിലോട്ട് മൂവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ CFDയിലാണെങ്കിൽ ഈസിയാണ്. ഓക്കെ, ചലഞ്ച് പർച്ചേസ് ചെയ്യണു, നമുക്ക് MT5 ക്രെഡൻഷ്യൽസ് കിട്ടുന്നു, നമ്മൾ MT5 ലോഗിൻ ചെയ്യുന്നു, MT5 ട്രേഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അത്ര ഈസി അല്ല, കാരണം ഇവിടെ MT5 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഇല്ല. ഇവിടെ വേറെ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ് ആണ്. ആൻഡ് എങ്ങനെയാണ് ആ ഒരു പ്ലാറ്റ്ഫോംസ് സെലക്ട് ചെയ്യണത്, സോ ഫസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് ആ ഒരു ചലഞ്ച് ബൈ ചെയ്യണത്, ആൻഡ് എങ്ങനെയാണ് അത് ആക്ടിവേറ്റ് ചെയ്യണത്, പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യണത്, പിന്നെ എങ്ങനെയാണ് മെയിനായിട്ട് ഞാൻ പേഴ്സണലി ട്രേഡിംഗ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്യൂച്ചേഴ്സ് ചലഞ്ച് കാര്യങ്ങൾ ട്രേഡ് ചെയ്യണത്. അപ്പോൾ എങ്ങനെയാണ് അത് ട്രേഡിംഗ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രീനിലോട്ട് പോകാം. സോ എങ്ങനെയാണ് അത് പർച്ചേസ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് ഫസ്റ്റ് നോക്കാം. സോ ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് ഫണ്ടഡ് നെക്സ്റ്റ് ആണ്. ഓക്കെ, സോ നിങ്ങൾ ഫണ്ടഡ് നെക്സ്റ്റിന് CFD ചലഞ്ചും ഉണ്ട്, ആൻഡ് അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് അക്കൗണ്ട് ചലഞ്ചും ഉണ്ട്. ആൻഡ് നിങ്ങൾ ഫണ്ടഡ് നെക്സ്റ്റിൽ സൈനപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ആ ഒരു സൈനപ്പ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ്റെ അകത്തോട്ട് കൊടുത്തേക്കാം, ചെക്കൗട്ട് ചെയ്തോളൂ. ആൻഡ് ഫണ്ടഡ് നെക്സ്റ്റിലോട്ട് വരുന്ന സമയത്ത് ഫ്യൂച്ചേഴ്സിലോട്ട് വരണം. ഓക്കെ, നമ്മളിപ്പോൾ ഇത് ഞാൻ ഫണ്ടഡ് നെക്സ്റ്റിൽ സൈനപ്പ് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ്. നമുക്ക് എൻ്റെ ഡാഷ്ബോർഡിലോട്ട് കയറി നോക്കാം. ഇതാണ് ഡാഷ്ബോർഡ്. പിന്നെ നമുക്ക് ആ ഒരു ചലഞ്ച് അക്കൗണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫ്യൂച്ചേഴ്സിലോട്ട് പറഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചേഴ്സ് സെലക്ട് ചെയ്യാം. സോ ഫണ്ടഡ് നെക്സ്റ്റിന് രണ്ട് ടൈപ്പും ഉണ്ട്. CFD ഉണ്ട്, നമ്മളെ നോർമൽ CFD ഉണ്ട്, ഫ്യൂച്ചേഴ്സ് ഉണ്ട്. സോ ഫ്യൂച്ചേഴ്സിലോട്ട് പറഞ്ഞ സമയത്ത് ഇവർക്കൊരു 3 ടൈപ്പ് ചലഞ്ച് അക്കൗണ്ട്സ് ഉണ്ട്. ഓക്കെ, ബോൾട്ട് ഉണ്ട്, റാപ്പിഡ് ഉണ്ട്, ലെഗസി ഉണ്ട്. ഓക്കെ, ഞാനിവിടെ ഓൾറെഡി ഒരു ബോൾട്ട് പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ബോൾട്ടിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. സോ ബോൾട്ടിലോട്ട് പറഞ്ഞ സമയത്ത് 50K അക്കൗണ്ട് ആണ്. അതിൻ്റെ പ്രൈസ് വരുന്നത് $99 ആണ് ഫീസ് വരുന്നത്. ഓക്കെ, സോ പ്രോഫിറ്റ് ടാർഗറ്റ് വരുന്നത് $3000. അതായത് 6% ആണ് പ്രോഫിറ്റ് ടാർഗറ്റ് വരുന്നത്. അതായത് ഈ ഒരു അക്കൗണ്ട് നമ്മൾ പാസ്സാവണമെങ്കിൽ 50,000 നിന്ന് 53,000 എത്തിച്ചു കഴിഞ്ഞാലായിരിക്കും നമ്മൾ ആ ഒരു ചലഞ്ച് പാസ്സാവണത്. ആൻഡ് ഇവിടുത്തെ മാക്സ് ലോസ് ലിമിറ്റ് വരുന്നത് $2000. അതായത് 4% ആണ് ഇവിടെ നമുക്ക് മാക്സ് ലോസ് വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ ഡെയിലി ലോസ് ലിമിറ്റ് ഉണ്ട്. സോ ഡെയിലി ലോസ് ലിമിറ്റ് വരുന്നത് $1000. അതായത് ഡെയിലി ലോസ് ലിമിറ്റ് അത് സോഫ്റ്റ് ബ്രീച്ച് ആണ്. നമ്മൾ ഡെയിലി ലോസ് ലിമിറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചലഞ്ച് ഫെയിൽ ആകത്തില്ല, സോഫ്റ്റ് ബ്രീച്ച് ആവത്തുള്ളൂ. പിന്നെ ആ ഒരു റെസ്റ്റ് ഓഫ് ദ ഡേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ. സോ നെക്സ്റ്റ് ഡേ നമുക്കത് ട്രേഡ് ചെയ്യാം, കുഴപ്പമില്ല. ഇവിടെ ആക്ടിവേഷൻ ഫീസ് ഇല്ല, വൺ ടൈം ഫീസ് ആണ്. സോ നോ മിനിമം ബെഞ്ച് മാർക്ക് ഡേയ്സ്, അതായത് മിനിമം ട്രേഡിംഗ് ഡേയ്സ് അങ്ങനെയുള്ള കാര്യങ്ങളില്ല. പക്ഷേ ഇതുണ്ട്, കൺസിസ്റ്റൻസി റൂൾ ഉണ്ട്. അതുകൊണ്ട് എന്തായാലും മിനിമം ഒരു 40% കൺസിസ്റ്റൻസി ഉണ്ട്. നമ്മൾ ചലഞ്ച് പാസ്സാകുമ്പോൾ മിനിമം ഒരു 3 ഡേയ്സ് എടുക്കും. ആൻഡ് വൺ ടൈം ഫീസാണ്, മന്ത്ലി ഫീസ് അല്ല, വൺ ടൈം ഫീസാണ്. പിന്നെ മാക്സ് പൊസിഷൻസ് പറഞ്ഞത് ഇപ്പോൾ മിനി കോൺട്രാക്ട്സ് ആണ് എടുക്കണമെങ്കിൽ നമുക്ക് മാക്സിമം 3 മിനി കോൺട്രാക്ട്സ് ആണ് എടുക്കാൻ പറ്റുക. മൈക്രോ കോൺട്രാക്ട്സ് ആണെങ്കിൽ ഇവിടെ 9 മൈക്രോ കോൺട്രാക്ട്സ് ആണ് ഇവിടെ എടുക്കാൻ പറ്റുക. ഇത് ഇവിടെ 1:3 റേഷ്യോയിലാണ് വരുന്നത്. അപ്പം മിനി കോൺട്രാക്ട്സ് ആണ് നമ്മൾ ട്രേഡ് ചെയ്യണമെങ്കിൽ മാക്സിമം 3 മിനി കോൺട്രാക്ട്സ്, മൈക്രോ കോൺട്രാക്ട്സ് ആണെങ്കിൽ മാക്സിമം 9 മൈക്രോ കോൺട്രാക്ട്സ്. ആ ഒരു രീതിയിലാണ് നമുക്കിത് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ കൺസിസ്റ്റൻസി ഉണ്ട്, ചലഞ്ച് അക്കൗണ്ട് കൺസിസ്റ്റൻസി ഉണ്ട്. 40% ആണ് കൺസിസ്റ്റൻസി വരുന്നത്. അതായത് 40% എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ആ ഒരു റൂൾ കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് കൺസിസ്റ്റൻസി റൂൾ പറഞ്ഞത് ചലഞ്ച് ഫേസിൽ മാത്രമാണ്. കൺസിസ്റ്റൻസി റിക്വയർഡ് 40% ആണ് സ്കോർ വരുന്നത്. അതായത് 40% ഓഫ് 3000, അതായത് നമ്മുടെ പ്രോഫിറ്റ് ടാർഗറ്റ് 3000 ആണ്. 3000 40% എന്ന് വെച്ച് കഴിഞ്ഞാൽ 1200. അതായത് ഒരു ദിവസം നമ്മൾ മാക്സിമം $1200 മാത്രമേ പ്രോഫിറ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ മുകളിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പാടില്ല. സ്കോർ മാറും. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അതായത് എനി സിംഗിൾ ഡേയ്സ് പ്രോഫിറ്റ് മസ്റ്റ് നോട്ട് എക്സീഡ് 1200. സോ ഇഫ് എക്സീഡഡ് പ്രോഫിറ്റ് ടാർഗറ്റ് അഡ്ജസ്റ്റ് അപ്വാർഡ്സ് ടു മെയിൻറ്റെയിൻ ദ 40% റൂൾ. അതായത് പ്രോഫിറ്റ് ടാർഗറ്റ് കൂടും, അത്രയേ ഉള്ളൂ. ആൻഡ് നോ കൺസിസ്റ്റൻസി റൂൾ അപ്ലൈഡ് ഇൻ ദ ബോൾഡ് ഫണ്ടഡ് നെക്സ്റ്റ് അക്കൗണ്ട് ആഫ്റ്റർ പാസിംഗ് ദ ചലഞ്ച്. അതായത് ഫണ്ടഡ് സ്റ്റേജിൽ ഈ ഒരു കൺസിസ്റ്റൻസി റൂൾ നമുക്ക് അവിടെ വരണില്ല. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അക്കൗണ്ടായിട്ട് തോന്നി. അതാണ് ഞാൻ ബോൾട്ട് പർച്ചേസ് ചെയ്ത്. റാപ്പിഡ് ഉണ്ട്, ലെഗസി ഉണ്ട്. സോ റാപ്പിഡിലോട്ട് വരുന്ന സമയത്ത് 50K അക്കൗണ്ട് പറയാം. പ്രോഫിറ്റ് ടാർഗറ്റ് 3000 തന്നെയാണ്. മാക്സ് ലോസ് ലിമിറ്റ് 2000 ആണ്. പിന്നെ ഡ്രോ ഡൗൺ പറഞ്ഞ ട്രെയിലിംഗ് ആണ്, EOD ട്രെയിലിംഗ് ആണ്. ഓക്കെ, ബോൾട്ടിലും EOD ട്രെയിലിംഗ് ആണ്. ഓക്കെ, ആൻഡ് എൻഡ് ഓഫ് ദ ഡേ ട്രെയിലിംഗ് ആണ്. സോ ഡെയിലി ലോസ് ലിമിറ്റ്
ഈ പറഞ്ഞ പോലെ 4%, 50K ആകുമ്പോൾ $2,000. സോ ഡെയിലി ലോസ് ലിമിറ്റ് ഇല്ല. ആൻഡ് റാപ്പിഡിലോട്ട് പറഞ്ഞ സമയത്ത് ആൻഡ് ആക്ടിവേഷൻ ഫീസ് ഇല്ല, മിനിമം ഡേയ്സ് ഇല്ല, വൺ ടൈം ഫീസ് ഇല്ല. വൺ ടൈം ഫീസാണ്. ആൻഡ് ഇവിടെ വരുമ്പോൾ റാപ്പിഡിൽ വരുമ്പോൾ മിനിയാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. മിനി കോൺട്രാക്ട്സ് ആണെങ്കിൽ മാക്സിമം 3 മിനി കോൺട്രാക്ട്, മൈക്രോ ആണെങ്കിൽ 15 മൈക്രോസ് ആൻഡ് മാക്സ് പൊസിഷൻസ്. ആൻഡ് ചലഞ്ചിലും ഫണ്ടഡ് സ്റ്റേജിലോട്ട് വരുമ്പോൾ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ഫണ്ടഡ് സ്റ്റേജിലോട്ട് കുറച്ചുകൂടെ അധികം നമുക്ക് ഇതെടുക്കാം. പിന്നെ കൺസിസ്റ്റൻസി ഇതിൻ്റെ അകത്ത് 40 ഉണ്ട് ആൻഡ് 183 ആണ് ഇവിടെ ഫീസ് വരുന്നത്. ആൻഡ് ലെഗസിയിലോട്ട് വരുമ്പോഴും കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആൻഡ് 3000 ആണ് പ്രോഫിറ്റ് ടാർഗറ്റ്, 2000 മാക്സ് ലോസ്, ഡെയിലി ലോസ് ലിമിറ്റ് ഇല്ല, ആക്ടിവേഷൻ ഫീസ് ഇല്ല, ആൻഡ് വൺ ടൈം ഫീസ് ആണ്. പിന്നെ ഈ ഒരു കാര്യങ്ങളിവിടെ കാണാം. പിന്നെ കൺസിസ്റ്റൻസി ഇവിടെ ഉണ്ട്. ആൻഡ് ബോൾട്ടിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസിലോട്ട് നമ്മൾ വരുവാണെങ്കിൽ, ഞാൻ ബോൾട്ട് പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോൾട്ട് എങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബോൾട്ട് എടുക്കാം ആൻഡ് ഇവിടെ വന്നിട്ട് ഗെറ്റ് പ്ലാൻ കൊടുക്കാം. ആൻഡ് ഇവിടെ ട്രേഡർ പ്ലസ് നിഞ്ച ട്രേഡർ ആണ് നമ്മളെ പ്ലാറ്റ്ഫോം കാണാം. ഇത് വെച്ച് നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ എഗ്രി കൊടുക്കുക, കൺഫേം കൊടുക്കുക. പിന്നെ നിങ്ങൾ കാർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേരിലുള്ള കാർഡ് തന്നെ യൂസ് ചെയ്യുക. അത് ഇവിടെ കാണാം. ഐ കൺഫേം ദാറ്റ് ദ കാർഡ് ഹോൾഡേഴ്സ് നെയിം എക്സാക്ട്ലി മാച്ചസ് മൈ ഫണ്ട് നെക്സ്റ്റ് അക്കൗണ്ട് നെയിം. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എനി മിസ്മാച്ചസ് മേ റിസൾട്ട് ഇൻ ഓർഡർ ക്യാൻസലേഷൻ. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. ആൻഡ് നിങ്ങൾ ഡിസ്കൗണ്ട് കോഡ് നോക്കുവാണെങ്കിൽ എൻ്റെ കയ്യിലൊരു കോഡുണ്ട്. സോ നിങ്ങൾ മാക്രോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നൊരു 5% ഓഫ് ഉണ്ട്. ഓക്കെ, കറൻ്റ്ലി ആ ഒരു ഓഫർ മാത്രമേ കറൻ്റ്ലി എൻ്റെ കയ്യിലുള്ളൂ. ഓക്കെ, സോ ആ ഒരു കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു 5% ഓഫ് കിട്ടും. ആൻഡ് പിന്നെ പേയ്മെൻറ്റ് മെത്തേഡ്സ് നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ക്രിപ്റ്റോ ഉണ്ട്, പേയ്പാൽ, സ്ക്രില്ല്, വിസ ഉണ്ട്. കാർഡ് കൊടുക്കുക. ആൻഡ് പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് എടുക്കുക, പേയ്മെൻറ്റ് ചെയ്യുക. ആൻഡ് നോർമൽ OTP കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് യൂസ് ചെയ്യും. നോർമൽ പേയ്മെൻറ്റ്. ഓക്കെ, ഞാൻ ഓൾറെഡി ഇവിടെ ഒരു ചലഞ്ച് ഞാൻ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഡാഷ്ബോർഡിലോട്ട് പോവാം. ഫ്യൂച്ചേഴ്സ്. സോ ഫ്യൂച്ചേഴ്സിൽ പറഞ്ഞ പോലെ ജസ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ, ഞാനിത് കണക്ട് ചെയ്തിട്ടില്ല. ഇത് എങ്ങനെ കണക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് ഞാനിപ്പോൾ കറൻ്റ്ലി പർച്ചേസ് ചെയ്തിട്ടുള്ള അക്കൗണ്ട്. ഓക്കെ, 50K അക്കൗണ്ടാണ്. ആൻഡ് പ്ലാറ്റ്ഫോംസ് ട്രേഡ് വിട്ട് നിഞ്ച ട്രേഡർ, ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ആൻഡ് ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യണം, ആക്ടിവേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് നമ്മളിത് ആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ട്രേഡ് വെയിറ്റിൽ എന്ത് ചെയ്യണം, സൈൻ അപ്പ് ചെയ്യണം. അതായത് ഈ ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രേഡ് വെയിറ്റിൽ സൈൻ ഇൻ ചെയ്യണം. ഓക്കെ, അത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഗൂഗിളിൽ പോവുക, ട്രേഡ് വെയിറ്റ് എന്നൊന്ന് സെർച്ച് ചെയ്യുക. നമ്മൾ ട്രേഡ് വെയിറ്റിൻ്റെ വെബ്സൈറ്റ് വന്നിട്ടുണ്ടാവും. സോ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ട്രേഡ് വെയിറ്റിൻ്റെ വെബ്സൈറ്റ് വരുന്നത്, trader.tradeaway.com. സോ നമ്മൾ നേരത്തെ എടുത്ത വെബ്സൈറ്റിന് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഓക്കെ, നമ്മുടെ യൂസർ നെയിം കോപ്പി ചെയ്യാം. ആൻഡ് ഇവിടെ നമ്മുടെ പാസ്വേഡ് ഉണ്ട്, പാസ്വേഡ് കോപ്പി ചെയ്യുക, ലോഗിൻ കൊടുക്കുക. ഓക്കെ, എനിക്ക് പാസ്വേഡ് കോപ്പി ചെയ്ത് കറക്റ്റ് കിട്ടിയിട്ടില്ല. യുവർ അക്കൗണ്ട് പാസ്വേഡ് ഫോർ ഹാസ് ബീൻ സെൻഡ് ടു ഇമെയിൽ. നമ്മൾ ഇമെയിലോട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇമെയിലിൽ നിന്ന് വേണം ആ ഒരു പാസ്വേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ജിമെയിലോട്ട് പോവാണ്. ഓക്കെ, ഇവിടെ ആ ഒരു ഫണ്ട് നെക്സ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ട് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ആണ് കോപ്പി ചെയ്തു. കോപ്പി ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്നു, പേസ്റ്റ് ചെയ്തു, ലോഗിൻ കൊടുക്കുവാണ്. സോ ഇവിടെ നമ്മൾ ആ ഒരു കോൺട്രാക്റ്റ് ഒക്കെ സൈൻ ചെയ്യേണ്ടതായിട്ട് വരും. കോൺട്രാക്റ്റ് അല്ല, ജസ്റ്റ് ആ ഒരു കാര്യങ്ങളൊക്കെ. സോ ഇവിടെ വന്നിട്ട് നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യുക. എൻ്റെ ഇന്ത്യയാണ്. ആൻഡ് സ്ട്രീറ്റ് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. സിറ്റി, സ്റ്റേറ്റ്, പിന്നെ നമ്മുടെ പിൻ കോഡ് കൊടുക്കാം. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മുടെ ഫോൺ നമ്പർ, അതിന് ശേഷം സേവ് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഡാറ്റ
സൈൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ നോൺ പ്രൊഫഷണലാണ് കൊടുക്കേണ്ടത്, പ്രൊഫഷണലല്ല. അത് ഓൾറെഡി നോൺ പ്രൊഫഷണൽ തന്നെയാണ് ടിക്ക് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ഇവിടെ വന്നിട്ട് ഓക്കെ, അത് ഓൾറെഡി ഇതിൻ്റെ അകത്ത് സെലക്ട് ആയിക്കോളും. ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. ഐ ഹാവ് റീഡ് ആൻഡ് അഗ്രി ദ യൂണിഫോം സബ്സ്ക്രൈബേഴ്സ് എഗ്രിമെൻറ്റ്, ഇതും കൊടുക്കുക. സോ സിഗ്നേച്ചർ ജസ്റ്റ് പേരിട്ടാൽ മതി. ഓക്കെ, പിന്നെ സൈൻ കൊടുക്കുക. നെയിം മസ്റ്റ് ബി എൻ്റേർഡ് ആസ് ഷോൺ ബിലോ. ഓക്കെ, ഫുൾ പേര് കൊടുക്കണം. ദൈവം ബട്ടൺ കൊടുക്കുവാണ്. ഓക്കെ, സൈൻ കൊടുക്കുക. ആൻഡ് സക്സസ്ഫുള്ളി സൈൻ ദ എഗ്രിമെൻറ്റ് സൈൻ ആയിട്ടുണ്ട്. ആൻഡ് ഇത് വേണമെങ്കിൽ എനിക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം, അതിനകത്ത് വലിയ കാര്യമില്ല. ജസ്റ്റ് വെറുതെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുവാണ്. ആൻഡ് പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ് കൊടുക്കുക. നമ്മൾ നേരെ സൈനപ്പ് ആയിക്കോളും, സൈൻ ഇൻ ആയിക്കോളും. നേരെ പോയിട്ട് ആക്സെപ്റ്റ് കൊടുക്കുക. നമ്മൾ ഇത് ചെയ്യാണ്ട് ട്രേഡ് വെയിറ്റിൽ സൈൻ ഇൻ ചെയ്യാണ്ട് ആക്ടിവേറ്റ് ചെയ്യാണ്ട് നമ്മൾ ട്രേഡിങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കയറാൻ പറ്റത്തില്ല. ഫസ്റ്റ് നമ്മൾ ട്രേഡ് വെയിറ്റിൽ വേണം സൈൻ അപ്പ് ത്. മാർക്കറ്റ് റിപ്ലൈ അല്ല, ആക്സിസ് സിമുലേഷൻ കൊടുക്കുക. സ്ലോ ആണല്ലോ ഇച്ചിരി. വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് കാര്യങ്ങൾ ഇവിടെ കാണാം. 50K അക്കൗണ്ടാണ്. ഇനി നമ്മൾ ട്രേഡിംഗ് വ്യൂ ആക്ടിവേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ സെറ്റിങ്സ് ഉണ്ടല്ലോ, സെറ്റിങ്സ് പോവാം. സെറ്റിങ്സ് പോയിട്ട് ഇവിടെ സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്. സബ്സ്ക്രിപ്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ട്രേഡിംഗ് വ്യൂ കാണാൻ പറ്റും. സബ്സ്ക്രിപ്ഷനിലാണോ അക്കൗണ്ട്സ്, പ്രിഫറൻസസ് പ്രൊഫൈൽ, ഇവിടെ ഒരു ട്രേഡിംഗ് വ്യൂയുടെ ആഡ് ഓൺസ്. ഓക്കെ, ആഡ് ഓൺസിലാണ് ഒരു ട്രേഡിംഗ് വ്യൂ ഉണ്ടാവുക. സോ ട്രേഡ് വിത്ത് പ്രോ ട്രേഡിംഗ് വ്യൂ ആക്റ്റീവ് ആണ്. നമുക്ക് നേരെ ഇതിൻ്റെ അത് സൈനപ്പ് കിട്ടും, നേരെ നമുക്ക് ട്രേഡിംഗ് വ്യൂയിലോട്ട് കയറാം. ഇപ്പോൾ ആക്റ്റീവ് ആണ്, ട്രേഡിംഗ് വ്യൂ ആക്റ്റീവ് ആണ്. ഇതൊന്ന് ആഡ് ഓൺസിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ആൻഡ് ഈ ഒരു രീതിയിലാണ് നമ്മൾ ട്രേഡ് വെയിറ്റിലോട്ട് സൈനപ്പ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ട്രേഡിംഗ് വ്യൂ ആയിട്ട് കണക്ട് ചെയ്യാം. സോ ട്രേഡിംഗ് വ്യൂയിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേഡിംഗ് വ്യൂയിലോട്ട് വരാം. ആൻഡ് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എനിക്കിവിടെ ചാർട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ഡിലേഡ് ആണ്, അതായത് ഡാറ്റ ഈസ് ഡിലേഡ്. ഒരു 10 മിനിറ്റ് ഡിലേ ഉണ്ട്. റിയൽ ടൈം ഡാറ്റയല്ല. കാരണം എന്താണ്, ഞാൻ ഇതൊരു ചലഞ്ച് അക്കൗണ്ടായിട്ട് കണക്ട് ചെയ്തിട്ടില്ല, സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ല. ഇനി ഇത് നമ്മളിപ്പോൾ അക്കൗണ്ടായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് കണ്ടോളൂ. ഇതെങ്ങനെ കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ബൈ ഓർ സെല്ല് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണക്ട് വിത്ത് യുവർ ബ്രോക്കർ കാണിക്കും. ട്രേഡ് വെയിറ്റ് തന്നെ സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്നു ട്രേഡ് വെയിറ്റ് ഡെമോ കണക്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ട്രേഡ് വെയിറ്റിലോട്ട് വരാം. ഇവിടെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ പാസ്വേഡ് ആൻഡ് കാര്യങ്ങളുണ്ടല്ലോ, 100 വന്നിട്ട് ആൻഡ് യൂസർ നെയിം ഇവിടെ ഉണ്ട്. യൂസർ നെയിം കോപ്പി ചെയ്യാം. ആൻഡ് അത് ഞാനിവിടെ കൊടുക്കുവാണ്. 100 യൂസർ നെയിം കൊടുക്കുവാണ്. നമ്മുടെ പാസ്വേഡ് നമ്മൾ മെയിലിൽ പോയിട്ട് തന്നെ എടുക്കുക. ഓക്കെ, ഇത് ഇവിടെ വെച്ചിട്ട് സെലക്ട് ചെയ്യുക, ട്രേഡ് വെയിറ്റിലോട്ട് വരാം, പേസ്റ്റ് ചെയ്യുക, ലോഗിൻ കൊടുക്കാം.
അത് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാം അക്കൗണ്ട് സൈസ് $50,000 കാണാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡിലേഡ് പോയി. നമുക്ക് എന്ത് കിട്ടി? റിയൽ ടൈം ഡാറ്റ കിട്ടി. ഓക്കെ, അതായത് എനിക്കിവിടെ റിയൽ ടൈം ഡാറ്റ നമുക്കിവിടെ ഈ ഒരു ഏരിയയിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? നമ്മുടെ ഈ ഒരു ഫ്യൂച്ചേഴ്സ് അക്കൗണ്ട് ട്രേഡിംഗ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യും? ഇവിടുന്ന് ഡയറക്റ്റ്ലി നമുക്ക് ബൈ ഓർ സെല് ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി ഒക്കെ സെലക്ട് ചെയ്തിട്ട് ബൈ ഓർ സെല്ല് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ട്രേഡിംഗ് വ്യൂവിൽ ട്രേഡ് ചെയ്യുന്ന ട്യൂട്ടോറിയൽസ് ഞാൻ വരുന്ന ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. സോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, അക്കൗണ്ട് പർച്ചേസ് ചെയ്യണത്, ആക്ടിവേറ്റ് ചെയ്യണത്, കണക്ട് ചെയ്യണത്, ആ ഒരു കാര്യങ്ങൾ ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോയുടെ അകത്ത് നമുക്ക് എങ്ങനെയാണ് ഇത് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം.